ഹലോ അസ്സാം വലൈക്കും. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടക്കൽ പുത്തൂർപ്പാടത്തുള്ള കിൻസുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേലാണ്. ഈ കിൻസുക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വിന്റേജ് ലുക്കാണ്. ഇവിടെ അതേമാതിരി ഗ്യാസും കുറ്റി പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയണമെന്ന് കമന്റ് ചെയ്തോ. ഒരു പഴയ മാളിയൊപ്പര കൺവേർട്ട് ചെയ്തിട്ട് കഫേ ആക്കിയതാണ് കേട്ടോ. ഞങ്ങൾ നേരെ മേലെ കയറി ചെന്ന് അവിടെ വരാന്തയിൽ തന്നെ സിറ്റിങ്ങും അതേപോലെ തന്നെ നല്ലൊരു ആംബിയൻസും ആണ് അവരവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അമീർ ഉസ്താദിന്റെ ഈ ബുക്ക് എടുക്കലും ആ ബാഗൊക്കെ കണ്ടാൽ വിചാരിക്കും മൂപ്പർ എന്തോ വലിയ ബുദ്ധിജീവിയാണ്. ഈ കിൻസുക്കി എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ട്രേഞ്ചേഴ്സിന്റെ ക്യാമ്പൊക്കെ നടത്തുന്ന ടീമാണ്. ഓരത്താണ് ഈ കഫേ. ഓരോ കുറെ ക്യാമ്പിന്റെ മെമ്മറീസ് ആണ് ഈ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. 3 നിലയുള്ള ഒരു മാളികപ്പുര കേട്ടോ കിൻസുക്കി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞങ്ങൾ 3ാമത്തെ നിലയ്ക്ക് അവിടെ ഒരു മജ്ലിസ് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിൻസുക്കിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഇതുപോലെ ഒരുപാട് ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അമീർ ഉസ്താദ് വന്നപ്പോൾ മുതൽ മെയിനാവാൻ തുടങ്ങിയതാണ്. മൂപ്പര് ചങ്ങായിന്റെ കടയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത്. ഇവിടെ കുറെ ബയോളജിന്റെയും കെമിസ്ട്രിന്റെ ഒക്കെ പുസ്തകങ്ങൾ ഒട്ടിച്ചിരിക്കണം. ഏതായാലും എസ്തെറ്റിക് ലുക്ക് ആയിക്കണം. ഇനി നമുക്ക് കാര്യപരിപാടി കിടക്കാം. ശരിക്കും ഞങ്ങൾ വന്നത് ഒരു മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ടാണ്. അതും വെറും മീറ്റിംഗ് അല്ല, ബിസിനസ് മീറ്റിംഗ്. ഓ എന്താ നമ്മളെ റേഞ്ചിലെ ബിസിനസ് മീറ്റിംഗ് എന്ന് കേട്ടപ്പോൾ അജ്മൽ ലാപ്പൊക്കെ തുറന്നിട്ടുണ്ട്. വെറും ഷോ. ഇനി നമുക്ക് ബിസിനസിനെ കുറിച്ച് പറയാം. ഞങ്ങളൊരു 3-4 ആൾക്കാർ കൂടിയിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി തുടങ്ങിയാണ്. അപ്പൊ അതിനുള്ള ഒരു മീറ്റിംഗ് ആണ്. നമ്മൾ മാത്രം വലുതായ പോരല്ലോ, നിങ്ങളെ ബിസിനസ്സും വലുതാക്കണ്ടേ. അങ്ങനെ ഞങ്ങളെ കമ്പനിന്റെ സിഇഒ അമീർ ഉസ്താദ് ഞങ്ങൾക്ക് ഒരു കോഫിയാണ് ഓർഡർ ചെയ്ത്. കോഫിക്കുള്ള മീറ്റിംഗ് ഒക്കെ എപ്പോഴുള്ളൂ. പിന്നെ ഈ ടൈപ്പ് ചങ്കി എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും. നമുക്ക് സ്റ്റോറി ഇട്ടാലേ ഏതാണ്ട് ഇറങ്ങുള്ളൂ. കോഫിയിൽ ഷുഗർ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഷുഗർ വേറെ തന്നെ തന്നെ. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ ചർച്ച തുടങ്ങി. BB എന്റർപ്രൈസസ് എന്നാണ് ഞങ്ങളെ കമ്പനിന്റെ പേര്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ഇനി ഓൾറെഡി ബിസിനസ് ഉണ്ടെങ്കിൽ അതിന്റെ ഗ്രോത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുതരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കൂലങ്കഷമായിട്ടുള്ള ചർച്ചയാണ് അമീറും ലത്തീഫും നടത്തുന്നത്. കൂടെ നമ്മളുണ്ട്. അങ്ങനെ ഞങ്ങൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പിരിയാൻ തീരുമാനിച്ചു. കമ്പനിന്റെ സിഇഒ അമീർ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ബില്ല് കൊടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ കോട്ടക്കന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞ് ബാക്കി പിന്നെ അസ്സലാമു അലൈക്കും.